പണക്കാരന് 50 100 രൂപ കായിക വിൽക്കും. 50 100 രൂപ കായിക വിൽക്കപ്പെട്ടും കൽപ്പന കഴിഞ്ഞേ പോയി, കൽപ്പന കഴിഞ്ഞേ പോയി, കൽപ്പന കഴിഞ്ഞേ പോയി, കൽപ്പന കഴിഞ്ഞേ പോയി. അന്നൊരിക്കൽ എൻ്റെ കൂട്ടുകാർ പട്ടണത്തിൽ ചെല്ലുമ്പോൾ 4 കൂടിയ മുക്കിൽ കണ്ടമാനം ആളുകൾ കൂടിയിരിക്കുന്നു. എന്താ ഇവിടെ? തെരുവ് സർക്കസുകാരായിരിക്കും. ഞങ്ങൾ അങ്ങോട്ട് ചെന്നു. അടുത്തേക്ക് ചെന്നപ്പോ വല്ലാത്ത ദുർഗന്ധം. ആളുകളെ തള്ളി മാറ്റി വകഞ്ഞു മാറ്റി അകത്തേക്ക് ചെന്നു. എന്തോ ചീഞ്ഞ് നാറുന്ന പോലെ, എന്തൊരു നാറ്റം. പതിയെ മുന്നോട്ട് ചെന്നു. എന്തൊരു നനഞ്ഞ പഴകിയ ചാക്കിട്ട് മൂടിയിരിക്കുന്നു. ഞാൻ ചെന്ന് അതിന്റെ ഒരറ്റം പിടിച്ചുയർത്തി. ഒരു ശവം, ഒരു ചോരക്കുഞ്ഞിന്റെ മൃതശരീരം. കണ്ണുകൾ മറിഞ്ഞ കുഞ്ഞു കൈകൾ മാന്തിക്കീറി വിവത്സമാനാരൂപം. ഒരു കൊച്ചു കുഞ്ഞിന്റെ മൃതശരീരം. പ്രസവിച്ചിട്ട് 1 ദിവസം പോലും തികയാത്ത ഒരു കുഞ്ഞിന്റെ ശവശരീരം. കണ്ണുകൾ മറിഞ്ഞ കുഞ്ഞു കൈകൾ മാന്തിക്കീറി വിവത്സമാനാരൂപം. ഇതെങ്ങനെ വന്നു ഇവിടെ? പട്ടികളും ഉച്ചയ്ക്ക് കടിച്ചു വലിച്ചു കൊണ്ടിട്ടതാണത്രേ ആ പൊന്തക്കാടുകൾക്കുള്ളിൽ നിന്നും. എങ്ങനെ? പട്ടികളും ഉച്ചയ്ക്ക് കടിച്ചു വലിച്ചു കൊണ്ടിട്ടതാണത്രേ ആ പൊന്തക്കാടുകൾക്കുള്ളിൽ നിന്നും. ഞങ്ങളെ പട്ടികളൊക്കെ ഓടിച്ച് പോലീസ് വരാൻ കാത്തു നിൽക്കുക. അത് ശരി. അപ്പൊ പട്ടികൾ ഇന്ന് മാത്രമല്ല, അന്നും പ്രശ്നക്കാരാണ്. ആട്ടെ, നിങ്ങൾ പട്ടികളെ ഉപദ്രവിക്കോ മറ്റോ വല്ലതും ചെയ്തോ? ഇല്ല സാർ, ഞങ്ങളൊന്നും ചെയ്തില്ല. നന്നായി, അല്ലെങ്കിൽ നിങ്ങളകത്ത് പോയി കിടക്കേണ്ടി വന്നേനെ. എൻ്റെ കലാലയ ജീവിതമൊക്കെ അവസാനിച്ചു. ഇപ്പോ മറ്റു പണികളൊന്നുമില്ലാതെ ചുമ്മാ തേരാപ്പാര നടക്കുക എന്നുള്ളതാണ് എൻ്റെ പണി. എങ്കിലും കുറച്ച് കുട്ടികൾക്കൊക്കെ ഞാൻ ട്യൂഷൻ കൊടുക്കുന്നുണ്ട്. അന്ന് വൈകിട്ട് ക്ലാസ് വിട്ട് ട്യൂഷൻ വന്നതിൽ കുട്ടികളിൽ ഒരുത്തൻ ചോദിച്ചു, സാറേ അറിഞ്ഞോ? എന്താടാ? ഇവിടെ പാല് കൊണ്ട് തന്നിരുന്ന ചേച്ചിയില്ലേ? ഓ, ആയിഷ. അവളിപ്പോ വലിയ പണക്കാരന്റെ ഭാര്യയായിട്ട് സുഖിച്ചങ്ങട്ട് കഴിയല്ലേ? അല്ല, അവരെ പോലീസുകാര് പിടിച്ചോണ്ട് പോയി. പോലീസ് പിടിച്ചോണ്ട് പോയോ? എന്തിന്? അവര് സ്വന്തം കുഞ്ഞിനെ കൊന്നു കളഞ്ഞു. കുഞ്ഞിനെ കൊന്നു കളഞ്ഞോ? നിന്നോട് ആര് പറഞ്ഞു? പോലീസുകാര് പറഞ്ഞെന്ന് നാട്ടുകാർ പറഞ്ഞു കേട്ടതാ. പോലീസുകാർ പറഞ്ഞെന്ന് നാട്ടുകാർ പറഞ്ഞു കേട്ടതാണെന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. എങ്ങനെ വിശ്വസിക്കും? പേരെന്താണെന്ന് ചോദിച്ചാൽ നാണിച്ചു നിൽക്കുന്ന പെണ്ണ്. അവൾ ഇട്ടിരിക്കുന്ന വേഷം മോശമാണെന്ന് പറഞ്ഞപ്പോഴേക്കും പിണങ്ങിപ്പോയ കണ്ടില്ലേ? ആ നിഷ്കളങ്കമായ മനസ്സിന്റെ ഉടമ സ്വന്തം കുഞ്ഞിന്റെ ചേതന മാന്തിക്കീറി കൊന്നുകളഞ്ഞു എന്ന് പറഞ്ഞാൽ, ആയിഷയുടെ കഥ കേൾക്കണോ നിങ്ങൾക്കെന്റെ സ്നേഹിതന്മാരെ? ഞാനും നിങ്ങളും തെറ്റിപ്പോകും. ആയിഷയുടെ കഥ കേൾക്കണോ നിങ്ങൾക്കെന്റെ സ്നേഹിതന്മാരെ? ഞാനും നിങ്ങളും തെറ്റിപ്പോകും. നിക്കാഹും കഴിഞ്ഞവൾ പട്ടണത്തിലെ വീട്ടിൽ മുക്കാലും തഴവെന്ന പോലെ ജീവിച്ച നാൾ വിടനാഭർത്താവിന്റെ മാംസദാഹത്തിൽ കത്തി പടരും വികാരങ്ങൾ അവളെ കശക്കവേ 4 വർഷങ്ങൾക്കുള്ളിൽ ചടഞ്ഞതൊണ്ടായി തീർന്നു ശാലീനലളിതമാം സൗന്ദര്യ സാക്ഷാത്കാരം. അവളുടെ ഭർത്താവ് ഒരു വിടനാണ്.
മദ്യപാനിയാണ്, രോഗിയാണ്, സംശയ രോഗി. എന്നും അർദ്ധരാത്രി കഴിയുന്ന സമയത്ത് അയാൾ കയറി വരും. മദ്യപിച്ച് വീങ്ങി വീർത്ത മുഖവും ചുവന്നു കലങ്ങിയ കണ്ണുകളുമായി ഈ 64കാരൻ കെട്ടിയവൻ കയറി വരും. അവളെ അടിക്കും, തെറി വിളിക്കും, പട്ടിണിക്കിടും. പ്രിയമുള്ളവരെ, 16 വയസ്സുള്ള ആയിഷയെ കണ്ടാൽ ഇന്ന് നമ്മൾ പറയും അവൾക്ക് 61 വയസ്സുണ്ടെന്ന്. വീങ്ങി വീർത്ത മുഖവും ചുമന്നു കലങ്ങിയ കണ്ണുകളുമായി ഈ മധ്യവയസ്കനായ ഭർത്താവ് കയറി വരും അർദ്ധരാത്രിക്ക്. ആയിഷ! അത് കേൾക്കുമ്പോഴേക്കും അവൾ പെട്ടെഴുന്നേൽക്കും, വിളക്ക് കത്തിക്കും, വാതിൽ തുറക്കും. ആയിഷ! എന്തോ? നീ ആരെ കാത്തിരുന്നടി? വിളക്കും വെച്ചടി, ഈ അർദ്ധരാത്രിക്ക് ആരെ കാത്തിരുന്നടി? പറയടി. നമ്മളെയോ? അതെ, നമ്മളെ തന്നെ. അയാൾക്ക് സംശയം സുന്ദരിയും ചെറുപ്പക്കാരിയുമായ ഭാര്യയിൽ ഈ 64കാരനായ ഭർത്താവിന് സംശയം. അടുത്തൊരു ദിവസം ഇതുപോലെ അയാൾ വന്ന് വിളിച്ചു അർദ്ധരാത്രിക്ക്. അന്നവൾ വിളക്ക് തെളിച്ചില്ല. വാതിൽ തുറന്നു. അയാൾ അകത്തേക്ക് കയറി ടോർച്ച് അടിച്ചു നോക്കുന്നു. അകത്തും പുറത്തുമെല്ലാം അയാൾ ടോർച്ച് അടിച്ചു നോക്കുന്നു. മുറ്റത്തും പറമ്പിലുമെല്ലാം. ഐഷ! എന്തോ? ഇപ്പൊ ഇവിടെ നിറഞ്ഞോടിയതാണ്